വിഷു പുലരിയിൽ കണ്ണനെ കണി കണ്ട് ആയിരങ്ങൾ. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സുബൈർ ചേരുന്നു വിവരങ്ങളുമായി. സുബൈർ, വിഷു ദിനത്തിൽ ഗുരുവായൂരപ്പനെ കണി കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നിരവധി പേരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയായിരുന്നു തിരക്ക്? നിയന്ത്രിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരുന്നു. കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിനു പുറമെ നമസ്കാര മണ്ഡപത്തിലും കണി ഒരുക്കിയിരുന്നു. കണി ദർശനം അവസാനിച്ചതോടെ വാകചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. അല്പസമയത്തിനകം വിഷു സദ്യയും ആരംഭിക്കും. ഇങ്ങനെയൊക്കെയാണ് ലിറ്റി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുവിശേഷങ്ങൾ. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, നിരവധി ഭക്തരാണ് കണ്ണനെ ഒരു നോക്ക് കണ്ട് സായുജ്യമടയാനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. രാവിലെ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം. വിഷുക്കണി കണ്ടതിന് ശേഷം ഗുരുവായൂരപ്പനെ കാണാനായി ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് തത്സമയം സുബൈർ നൽകിയത്.